ദർശനെ. എനിക്ക് ഇനിയൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. രണ്ടാമതൊരിക്കൽ കൂടി നിഖിലിന്റെ മുൻപിൽ എനിക്ക് കഴുത്ത് നീട്ടാൻ പറ്റില്ല. അച്ഛനെ അമ്മയും ധിക്കരിച്ച് ഞാൻ എങ്ങനെ ഈ കല്യാണത്തിന് പട്ടുസാരി ഉടുത്ത് പൊന്നിട്ടിറങ്ങും? ഒന്നാമത് വീണ ആഗ്രഹിച്ച് അവൾക്ക് കിട്ടിയ സാരിയും ആഭരണങ്ങളുമായത്. അവളുടെ ശാപം, കണ്ണീര്, അതൊക്കെ ഓർക്കുമ്പോ സുഖമില്ലാതെ കിടന്നപ്പോഴും എന്തിന് ഇപ്പോഴും രാത്രികളിൽ ഞെട്ടി ഉണർന്ന് ശ്രേയെ ശ്രേയെന്ന് വിളിക്കുന്ന അച്ഛൻ, ആ അച്ഛനെ മറന്നിട്ട് ശ്രേയ മരിക്കാൻ തീരുമാനിച്ച് കൊളുന്തുമലയ്ക്ക് മുകളിൽ നിന്ന് ചാടാനൊരുങ്ങിയപ്പോ നീ എന്തേ അവരെ ഓർത്തില്ല? പിന്നെ നിനക്കിപ്പോ മറിച്ച് ചിന്തിക്കാനുള്ള ഒരവകാശവും ഇല്ല. ദേ, നീ ഒരമ്മയാവാൻ പോവാ. ഈ സുന്ദരമായ ഭൂമിയിലേക്ക് പിറന്നു വീഴാൻ കാത്തിരിക്കുന്നൊരു കുഞ്ഞ്. അതിന്റെ ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിനക്ക് തടസ്സപ്പെടുത്താൻ പറ്റുമോ? നിഖിലിനെ പറ്റി നീ ചിന്തിക്കാത്തത് എന്താ? നീയുമായിട്ടുള്ള വിവാഹം നടന്നില്ലെങ്കിലും അവൻ ഒരിക്കലും വീണയുടെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. നീ ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം നിന്റെ അടുത്തേക്ക് കുതിക്കാൻ വെമ്പിയ അവനെ വേണ്ട എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയത് ഞാനാ. പിന്നെ നിന്റെ അച്ഛൻ, അയാള് ശ്രേയ ശ്രേയാന്ന് നിലവിളിച്ചെങ്കിലേ അത് നിന്നെ അല്ല, അയാളുടെ മരിച്ചുപോയ കാമുകി ശ്രേയ. നിന്നെയും നിന്റെ അമ്മയും അയാൾ സ്നേഹിച്ചിട്ടില്ല. കാമുകിയുടെ ഓർമ്മയ്ക്കായിട്ടാ നിനക്ക് ശ്രേയ എന്ന പേരിട്ടത് പോലും. പിന്നെ ഗിരിജാൻറ്റി, ഒടുങ്ങാത്ത പണത്തിനോടും സ്വത്തിനോടും ഉള്ള ആർത്തി അവർക്ക്.